അപ്പുറത്ത് നോക്കി എല്ലാരെയും ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച സലിംകുമാർ ഇന്നലെ ലോകത്തോട് വിട പറഞ്ഞു. ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ, ഒരിക്കലും ചിരി മായാത്ത ആ മുഖം ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണും. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ അത് ആഘോഷിച്ചുകൊണ്ട് കുറച്ച് മീഡിയക്കാർ, കുറച്ചല്ല ഒരുപാട് മീഡിയക്കാർ അവിടെ ആഘോഷമാക്കി മാറ്റി സലിംകുമാറിൻ്റെ മരണം. അവർക്ക് റീച്ചായിരുന്നു വേണ്ടിയത്. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അതിനെ ആഘോഷമാക്കി മാറ്റിയ മീഡിയക്കാരെ നിങ്ങളെ നമിച്ചിരിക്കുന്നു. ഇത്രയും മനുഷ്യത്വമില്ലാത്ത മനുഷ്യരായിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. ഒരു മനുഷ്യനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. വിങ്ങി പൊട്ടുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ 2 മക്കളും, അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടികളെ അച്ഛനാണ് അവിടെ മരിച്ചു കിടന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വിങ്ങി പൊട്ടണത്. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ കൂടി നിന്നവരോട് കയർക്കേണ്ടി വരുന്നൊരു മകനെ ഇന്നലെ കണ്ടു. ഒരു ഫോണുണ്ട്, ആരുടെ സ്വകാര്യതയിലേക്കും കടന്നു ചെല്ലുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിയന്ത്രണം വേണ്ടേ അരുണേട്ട എന്ന് ജ്യോതിഷ് ചോദിക്കുന്നു. 100% ജ്യോതിഷ്. ഇന്നലെ ആ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സങ്കടമാണ് വന്നത്. ചന്തു ഗത്യന്തരമില്ലാതെയാണ് ഇന്നലെ അവിടെ ആ ഓൺലൈൻ പപ്പരാസികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നവരോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് ചന്തുവിൻ്റെ നിയന്ത്രണം വിട്ടു. ആ മൂത്ത മകൻ സലിംകുമാറിൻ്റെ മൂത്ത മകൻ്റെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന ഒരു രംഗമാണ് ആ കണ്ടത്. ഒരു മരണ വീട്ടിൽ അച്ഛൻ അവിടെ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്ന് അതിൻ്റെ ഉള്ളിലെ വിഷമം എല്ലാം കൂടി അത് പുറത്ത്, അത് ദേഷ്യമായിട്ട് അത് ജനങ്ങൾക്ക് കാണേണ്ടി വന്ന് അത്ര വിങ്ങി പൊട്ടി ആ മകൻ അങ്ങനെ നിൽക്കുമ്പോൾ മീഡിയക്കാരങ്ങ് തള്ളി കയറുകയാണ്. എന്തിനാണ് തള്ളണത്? സെലിബ്രിറ്റികൾ വരുന്നുണ്ട്. ആ സെലിബ്രിറ്റികളെ പൊതിഞ്ഞങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് സെൽഫി എടുക്കണവരുണ്ട്, സെലിബ്രിറ്റികളെ ചേർത്ത് നിർത്തി സെൽഫി എടുക്കണവരുണ്ട്. എന്നിട്ട് നിനക്കൊക്കെ ഒത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ? നിൻ്റെയൊക്കെ വീട്ടിലുള്ള ഒരാളാണിങ്ങനെ മരിച്ച് കിടന്നിരുന്നെങ്കിൽ നിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പോട്ടെ, നിൻ്റെയൊക്കെ അച്ഛനാവട്ടെ, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ വീട്ടിലുള്ള ആരെങ്കിലും ആവട്ടെ, അപ്പോഴൊക്കെ നിങ്ങളിങ്ങനെ പകർത്തിക്കൊണ്ട് നടക്കുമോ? അവരൊന്ന് മനസ്സിലാക്കണം. മാധ്യമങ്ങൾക്കെല്ലാം അവിടെ ക്യാമറകൾ വയ്ക്കാനൊക്കെയുള്ള കൃത്യമായ സ്ഥലവും ക്രമീകരണവും അവിടെ ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഈ വരുന്ന താരങ്ങളുടെ ഫോട്ടോ എടുക്കാനും ഇതിനിടയിൽ നിന്ന് ആഘോഷം. ക്യാമറകൾ വെച്ചതൊന്നും പറയണ്ട, തലയ്ക്ക് മീതെയായിരുന്നു. തലയ്ക്ക് മീതെ കൊണ്ടുവന്നാണ് അവന്മാർ ക്യാമറകൾ വെച്ചിട്ട് കിടന്ന് വീഡിയോ പിടിക്കണ. നിമിഷങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ചില ഓൺലൈൻ പപ്പരാസികളുണ്ട്. ആ ഓൺലൈൻ പപ്പരാസികളോടാണ് താഴെ അവിടെ മരിച്ചു കിടക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ മനുഷ്യരായിരുന്നെങ്കിൽ ഇതേപോലെ വന്ന് ഈ താല്പര്യപ്രകാരം വന്ന് ഇത് എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ കുട്ടി ചന്തു അത് ചോദിച്ചില്ല. ചന്തു ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം അതായിരുന്നു. പക്ഷേ അതല്ല ചന്തു പറഞ്ഞത്. ഒന്ന് മാറി നിൽക്കാൻ ഒടുവിൽ സഹികെട്ടാണ് അയാൾ പറയുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് ചില സോഷ്യൽ മീഡിയകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് അതിന് വിട്ടാൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്യും തെരുവിൽ എന്നുള്ളത് ഇത്തരം ഓൺലൈൻ പപ്പരാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. 100% ചന്തു നമ്മളില്ലായിരുന്ന എന്തോ അപ്പോട്ട് എന്നാലും ഒരു ബഹുമാനം വേണ്ടേ? ഇതെന്തോന്ന് കല്യാണമൊന്നും അല്ലല്ലോ, ഇത് കല്യാണ വീട്ടിൽ തള്ളി കയറും കണക്ക് കിടന്ന് കാണിക്കണു, ചിരിക്കണ്, എന്തെല്ലാം സെൽഫി എടുക്കണ്. ഇത് ശരിയാണ്. ചന്തുവിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്തിന് മുഖ്യമന്ത്രി വരെ പ്രതികരിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നില്ലേ? മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ല, അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നത് നമ്മൾ ഇന്നലെ കേട്ടതല്ലേ? നമുക്ക് തന്നെ തോന്നി ഇതെന്തൊരു കഷ്ടം. ഈ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കാനേ പറഞ്ഞോളൂ. നമ്മുടെ മറ്റേ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞനേയിരുന്നു. ഇത് വേറൊന്നും പറഞ്ഞില്ല. അതൊക്കെ പറയാനായിട്ടുള്ള കാരണങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ടാണ് ആ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് എന്നാണ് തോന്നിയത്. അപ്പോൾ ഇത് വല്ലാതെ കുഴപ്പമായി തീരുന്നുണ്ട്. സ്വയം നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. ആ മകന് ദേഷ്യപ്പെടേണ്ടി വന്നു. ഇത്രയും പേരവിടെ നോക്കിയോടെ നിന്നിട്ട് ഈ മീഡിയ തലയ്ക്ക് മീതെയാണ് കൊണ്ടുവന്ന് ഇടുന്നത്. എന്തോന്ന് പിടിക്കായി ഈ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് ഇടുന്നത്? ആ മരിച്ചു കിടക്കുന്ന ആളിനെ കാണിക്കുന്നു പോലും ഇല്ല ഇതിലൊന്നും.
തെന്നിയും തെറിച്ചങ്ങാണ്ട് കാണിക്കുന്നേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ നടന്മാർ വരണം, സെലിബ്രിറ്റികൾ വരണതാണ് കാണിക്കുന്നത്. സെലിബ്രിറ്റികൾ ഇതൊക്കെയാണ് ഒരു മരണ വീട്ടിലെ അവസ്ഥകൾ. തെണ്ടിത്തരങ്ങളാണ് കാണിക്കണത്, വെറും തെണ്ടിത്തരങ്ങൾ. ഇതെന്തേര് മുഖ്യമന്ത്രി വരണതാണ്, മുഖ്യമന്ത്രി വരുമ്പോൾ ഉള്ള ഇത്. ഇത് ഏത് മോനാണ് എന്തോ ഈ പൊന്നാട കൊണ്ടിട്ടത്. മുഖ്യമന്ത്രി കയറി വരെയാണ് മരണ വീട്ടിൽ വന്നപ്പോൾ പൊന്നാട ഇടണം. എവിടത്തെ മോനാണ് എന്തോ, ഏത് മോനായിരുന്നാലും കൊള്ളാം, പൊന്നാട ഇട്ട് സ്വീകരിക്കണം. ഇതെന്തൊരു ഉദ്ഘാടന ചടങ്ങാ പൊന്നാട ഇട്ട് സ്വീകരിക്കാൻ? പറയിക്കാനായിട്ടായിരുന്നു എനിക്ക് തോന്നണം. ഇവരെ ഈ പാർട്ടിയെ പറയിക്കാനായിട്ട് അങ്ങനെ ഒന്ന് ആയിരുന്നോ എന്തോന്ന് അറിയാൻ വയ്യ. അവിടെ പൊന്നാട കൊണ്ടിടണം. അപ്പോൾ മുഖ്യമന്ത്രി അത് സ്വീകരിക്കുമല്ലോ. ചിലരായിരുന്നെങ്കിൽ നമ്മളെ മറ്റേ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കഴുത്ത് ഇങ്ങനെ കുനിച്ചു കൊടുത്തനെയായിരുന്നു. നിങ്ങൾ ഇട്ടോളി, മരണ വീടായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞനേയിരുന്നു. ഇത് ഈ മുഖ്യമന്ത്രി നമ്മളെ ഈ CM പെട്ടെന്ന് കഴുത്ത് മാറ്റിയിട്ട് കയറി വരുന്നതിൻ്റെ കൂട്ടത്തിലാണ്. കൈ പിടിച്ചങ്ങ് മാറ്റണം. അവനെ അവിടെ നാണം കെട്ട്. നിൻ്റെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെയൊക്കെ പൊന്നാട ഇട്ട് അണിയിക്കും. ആരും ഇങ്ങനെ ചെയ്യൂല. ഇത്ര നാറിയ ജന്മങ്ങളായിപ്പോയല്ലോ നീയൊക്കെ. ഇതിനൊക്കെ പ്രതികരിക്കാതിരുന്നാൽ പറ്റൂല. അടുത്തത് സെൽഫി എടുക്കണം. ഒരു നാറിയ ഒരു തെണ്ടി ബാക്കിൽ ദിലീപിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് സെൽഫി എടുക്കുകയാണ്. ഇതൊക്കെ കണ്ടാൽ പിന്നെ ഇതെല്ലാം കണ്ടിട്ടുണ്ട് ആ മകനും. ഇത്രയും ജനങ്ങൾ കൂടണമെങ്കിൽ ഇതൊക്കെ കണ്ടൂടെ ആ മകന്? അതിനൊക്കെ എന്ത് വേദന കാണും ആ മോന്? ഇതെല്ലാം കണ്ട് നിൽക്കല്ലേ അവിടെ. സെൽഫി എടുക്കണ്. നിന്നെയൊക്കെ സമ്മതിച്ചു തരണം. നിന്നെയൊക്കെ സ്ത്രീകൾ പോലും സത്യം പറഞ്ഞാൽ നമ്മളെ കേരളത്തിന് നാണക്കേടായിട്ടാണ് വന്നിരിക്കുന്നത്. അതാ നോക്കിക്കൊള്ളണം. സ്ത്രീകൾ അയാൾക്ക് കൈ കൊടുക്കണം. പിന്നെ ഇയാളെ ഈ മരിപ്പ് വീട്ടിൽ വരുമ്പോഴല്ലേ ഇയാളെ കൈ കൊടുത്ത് സ്വീകരിക്കത്തുള്ളൂ. നോക്കിക്കൊള്ളണം. സെൽഫി എടുത്തിട്ട് ബാക്കിൽ സെൽഫി എടുത്തോ നിൽപ്പുണ്ട്. എന്നിട്ട് മുൻപോട്ട് ചെല്ലുമ്പോൾ സ്ത്രീകൾ ഇയാൾക്ക് കൈ കൊടുക്കണമാണ് കാണുന്നത്. അത് ഭയങ്കര ഒരു ഇതല്ലേ? എന്തരാ ത്യാഗവും ചെയ്തിട്ട് വരണമല്ലേ അയാൾ? കൈ കൊടുക്കണം. നോക്കിക്കൊള്ളണം. അയ്യോ അയ്യോ, കൊച്ചു പിള്ളേർ വരെ അങ്ങോട്ട് ഫോട്ടോ എടുക്കുകയാണ്. അയാളാ വീഡിയോ പിടിക്കണ്. സ്ത്രീകൾ കൈ കൊടുക്കണ്. പെണ്ണുങ്ങളെ, നിങ്ങൾ ഈ മരിച്ച് കിടക്കുന്ന ആളിനെ കാണാനാണോ വന്നത്? അത് നിങ്ങൾ സ്വീകരിക്കാനാ വന്നത്? കൈ കൊടുത്ത് സ്വീകരിച്ച് കയറ്റിക്കൊണ്ട് പോവാനാണോ വന്നത്? ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ആ മകൻ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. മകൻ്റെ നെഞ്ചിൽ ചാരി കിടക്കുന്ന ഒരമ്മ, അത്രയ്ക്കും ആ ഉള്ളിനകത്ത് ആ വേദന ഇനി ഒരിക്കലും കാണാൻ പറ്റൂലല്ലോ, എൻ്റെ ഭർത്താവിനെ കാണാൻ പറ്റൂലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ആ ഒരു ഭാര്യ ഇടന്ന് കരയണത്. ആ അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ മകൻ വിങ്ങിപ്പൊട്ടേണ്. അവർ ആ അച്ഛനെ ഓർമ്മിച്ചുകൊണ്ടാണ്, ആ മരിച്ചു കിടക്കുന്ന അച്ഛനെ ഓർമ്മിച്ചുകൊണ്ടാണ് അവർ നിൽക്കണത്. ആ ഉള്ളിനകത്ത് ആ വേദന ഇവിടെ അങ്ങ് ആഘോഷമാക്കി മാറ്റാണ്. ഇയാൾ വന്നിട്ടുണ്ട് ടിനിട്ടോ. ഇതിനി ഉള്ളതാണോ കള്ളാണോ എന്നൊന്നും അറിയാൻ വയ്യ. അയാൾ
അൻസിബാസൻ്റെ ഇത് ഇഷ്യൂ നടക്കുകയാണ് അമ്മേരെ. ആ ഇഷ്യൂലൊക്കെ നമുക്കറിയാമെന്നുള്ള കാര്യങ്ങളാണ്. അയാളെ മോൻ വന്ന് കിടന്നും കൊണ്ട് നാട്ടുകാരെ മൊത്തം ചീത്ത വിളിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് മുഴുത്ത ചീത്തയാണ് അവിടെ കിടന്ന് വിളിച്ചത്. എന്നിട്ട് അയാളും വലിയ പുണ്യാളനൊന്നും അല്ല. അയാൾ ഇപ്പം കാണിക്കണ അഭിനയമാണെന്തോ അതൊന്നും അറിയാൻ വയ്യ. ചിലപ്പോൾ അഭിനയമായിരിക്കും. അതും അയാളെ തലയ്ക്ക് മീതെ പിന്നെ മീഡിയ അങ്ങ് പൊതിഞ്ഞിരിക്കുകയാണ്. എന്തോ വായ് പൊത്തിയൊക്കെ കരയുന്നുണ്ട്. ചിലപ്പോൾ സങ്കടം കൊണ്ടായിരിക്കാം, അറിയാൻ വയ്യ. അത് അഭിനയമാണ്, ഒന്നും അറിയാൻ വയ്യ. കണ്ടാ തലയ്ക്ക് മീതെ കിടക്കണ കണ്ടാ. ഇനി ആ മീഡിയ തലയ്ക്ക് മീതെ കിടന്ന് ഇനി അയാൾ കുറച്ചുകൂടെ ഇനി ഒരു ഇതാവാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയാൻ വയ്യ. അയാളെന്തായാലും ഇങ്ങനെയൊക്കെ കിടന്നൊക്കെ സങ്കടമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ സങ്കടമെങ്കിലും കാണിക്കുന്നുണ്ടല്ലോ. ആ ദിലീപൊക്കെ വന്നിട്ട് അവരൊക്കെ സെൽഫി എടുക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. അതുപോലെ എത്ര പേര്. മുഖ്യമന്ത്രി അതിലോ പറയുന്നുണ്ടായിരുന്നു, സലീം കുമാർ മുഖ്യമന്ത്രിയായിട്ട് കുഞ്ഞുനാളിലേ മുതലുള്ള ഇതാണ് സൗഹൃദമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മക്കളെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുന്നുണ്ട്. സലീം കുമാറിൻ്റെ ഭാര്യയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അവന്മാരൊക്കെ എവിടേക്കോ കിടന്ന് പ്രസംഗിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കയറി വന്നപ്പം എന്തൊരു പട്ടാളപ്പടയും കൊണ്ട് വന്നെന്നോ, അത് മറ്റേ പാർട്ടിക്കാരാണ്. അത് പാർട്ടി വൈരാഗ്യത്തിൻ്റെ പേരിൽ പലരും പലതും പറയുന്നുണ്ട്. മീഡിയയിൽ വന്ന് കിടന്ന് അവന്മാർ കുരയ്ക്കുന്നുണ്ട്. കുറേ എന്തൊരു പട്ടാളക്കാരെ കൊണ്ടുവന്നെന്നോ, ഇങ്ങനെയാണ് ആ മരണ വീട്ടിൽ വരാനുള്ളത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് ഒരു കാറിലായിരുന്നാലും വന്നിറങ്ങുന്ന സമയത്ത് അവരെ സുരക്ഷയ്ക്കായിട്ട് പോലീസ് അങ്ങനെയൊക്കെ കാണൂലേ. അവിടെ നിന്ന ജനങ്ങളെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട് വരെയാണ്, എരച്ചങ്ങ് കയറി. അതിനാണ് യവന്മാർ പറയണത് മുഖ്യമന്ത്രി പട്ടാളപ്പടകളെ കൊണ്ടുവന്നെന്നോ എന്തൊക്കെയോ പറഞ്ഞ് കുറേ എണ്ണം കിടന്ന് കുരയ്ക്കുന്നുണ്ട്. അവന്മാരൊക്കെ വായി തോന്നണതാണ് പറയണത്. പിന്നെ അത് മാത്രമല്ല കമൻറ്റ് വരണത്. എടോ നിനക്കൊക്കെ ഇങ്ങനെ കമൻ്റ് ഇടാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നണം? ഇതാ കമൻ്റ് ഒന്ന് സഹിക്കാൻ പറ്റൂല. രാഷ്ട്രീയം വെച്ചുള്ള കളിയാണ് ഇവിടെ കളിച്ചത്. രാഷ്ട്രീയം വെച്ച് ആണ് ഈ സലീം കുമാറിനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ എവിടെയായാലും തുറന്നടിച്ച് പറയും. അവരിൽ തെറ്റ് കണ്ടാൽ അത് അവിടെ വിളിച്ച് പറയും എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ മരിച്ചതിന് ശേഷവും അയാൾ വെറുതെ വിടി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആളിൻ്റെ പിറകെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോണത്? മരിക്കും മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് വെറും വൃത്തികെട്ട മോശമായിട്ടുള്ള രീതിക്കുള്ള കമൻറ്റുകൾ. ആ കമൻറ്റ് വായിക്കാൻ കൊള്ളൂല, വായിക്കാൻ കഴിയൂല. നമ്മളെ കൊണ്ടൊന്നും അത്രയ്ക്കൊന്നും പറ്റൂല അത് വായിക്കാൻ. അത്രയ്ക്ക് വെറും മോശമായ രീതിക്ക് ആ മരിച്ചുപോയ ആ മനുഷ്യനെ അവന്മാർ എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, രാഷ്ട്രീയ വൈരാഗ്യം വെച്ചിട്ട്. വേറൊരെണ്ണം വരുന്നുണ്ട്. ഇതൊക്കെ ചിരിപ്പിക്കാനായിട്ടാണ് വരുന്നത്. കോമഡികളാണ്, ഫുള്ള് കോമഡികൾ. കൈ കൊടുത്ത്, ഒരു കൈ കൊടുത്ത്, രണ്ട് കൈ കൊടുത്ത്, വരിക്ക് നിൽക്കണവരെ ഫുള്ള് കൈ കൊടുക്കുകയാണ്. ചിരിക്കുന്നുണ്ട്. കൈയെടുത്ത് കാണിച്ച്. ഈ 1 കോടിയൊന്നും അല്ല, 1 കോടി എന്ന പ്രോഗ്രാമും അല്ല, തമ്മിൽ എന്ന പ്രോഗ്രാമും അല്ല. കൈയും കൊടുത്ത് ചിരിച്ചും കൊണ്ട് കയറിപ്പോവാൻ. ഇതൊക്കെ കാണുമ്പോഴേ ഈ കണ്ടു നിൽക്കുന്നവർക്ക് ജനങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്.
ആ മരിച്ചു കിടക്കുന്ന ഒരാളിനെ കാണാൻ പോകുന്നതാണ്. അവിടുത്തെ കൊട്ടിഘോഷവും മീഡിയക്കാരുടെ ആഘോഷവും എല്ലാം തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ വേറും തെണ്ടിത്തരമാണ്. ഇത് എനിക്ക് കണ്ടിട്ട് ഈ രേണു സുധീര മരണവാർഷികം ആഘോഷിച്ചപ്പോൾ അവിടെ ഇതുപോലെ പെരേരെ കൊണ്ട് കിടന്ന് കയ്യടിയും ചിരിയും നടത്തിയില്ലേ, ആ ഒരിതാണ് തോന്നണം. പിന്നെ ഈ രേണുവിൻ്റെ പിറക്കേന്ന് കുറേ എണ്ണം പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, ആ ഒരു ഇതുപോലെയും തോന്നി. അത് കുറച്ച് പേര്. എന്നാലും ഇത് അതിലും കഷ്ടമായിപ്പോയി. ഇത് വേറെന്തോ ഇല്ല. ശരിയാണ്, മരണ വീട്ടിലല്ലാതെ വേറെ വല്ലയിടത്ത സെലിബ്രിറ്റികൾ വരുമ്പോൾ നിങ്ങളങ്ങ് പൊയ്ക്കോളി. ഇത് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് പോയി എങ്കിൽ അത് പറയാനില്ല. ഒരാളല്ലേ, വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥയെങ്കിലും നിങ്ങൾക്ക് നോക്കണ്ടായിരുന്നോ? ഇത്രയും നിങ്ങൾ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടും. ഇത്രയും നിങ്ങൾ അധപതിച്ച് പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ മീഡിയക്കാരെ നിങ്ങളെയൊക്കെ വീട്ടിൽ ആ ക്യാമറ പിടിച്ച് ബാക്കിൽ നിന്നുകൊണ്ട് ആ സെൽഫി എടുത്ത അയാളെ വീട്ടിലെ അയാളെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആരെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ ചെന്ന് നിന്ന് ഇതേ കണക്ക് സെൽഫി എടുക്കോ? അതുപോലെ മീഡിയക്കാരെ നിങ്ങളും ഇതുപോലെ കാണിക്കോ? നിങ്ങളെ വീട്ടിലുള്ളവരാണ് ഇങ്ങനെ മരിച്ചു കിടന്നിരുന്നു എങ്കിൽ അതുപോലെ കാണിക്കോ? ഇതിൻ്റെ എല്ലാം വിഷമം കൂടിയാണ് ആ മകൻ ഇന്നലെ തീർത്തത്. നിങ്ങൾക്ക് രണ്ട് പൊട്ടിക്കാൻ പറ്റാത്തതിൻ്റെ ആ വിഷമമാണ് ആ മകൻ ആ വാ കൊണ്ട് പറഞ്ഞ് അതിൻ്റെ മനസ്സിലുള്ള വിങ്ങലെല്ലാം കൂടെ പുറത്ത് വന്നത്.